നിങ്ങൾ വളരെ ഡിസിപ്ലിനോടുകൂടി ഇന്ന് രാവിലെ തന്നെ ട്രേഡിംഗ് ടെർമിനലിന്റെ മുന്നിൽ വന്നിരിക്കും. ഓവർ ട്രേഡ് ചെയ്യില്ല, അനാലിസിസ് ചെയ്യില്ല. നമ്മൾ സെറ്റപ്പ് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുള്ളൂ, പ്രോഫിറ്റ് റൈഡ് ചെയ്യും, റിസ്ക് റിവാർഡ് വരുമ്പോൾ കറക്റ്റ് കട്ട് ചെയ്യും, സ്റ്റോപ്പ് ലോസ് മാറ്റി വെക്കില്ല. ഇങ്ങനത്തെ പല ഡിസിഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ ട്രേഡിംഗ് ടെർമിനൽ മുന്നിൽ വന്നിരിക്കുക. പക്ഷെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് മറ്റോ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഡിസിപ്ലിൻ ആയിട്ടുള്ള ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മറന്നു പോയിട്ട് ഓവർ ട്രേഡിലേക്കും 5 ദിവസം ഉണ്ടാക്കിയ ക്യാപിറ്റൽ ഒറ്റ ദിവസം കൊണ്ട് വാഷ് ഔട്ട് ആവുന്ന രീതിയിലുള്ള ബിഹേവിയർ ആണ് നമുക്ക് ട്രേഡിംഗിൽ വരുന്നതെങ്കിൽ ഞാൻ പറയുന്ന ഈ ടെക്നിക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടിയിരിക്കും. മീൻസ് നിങ്ങൾ ഡിസിപ്ലിനിൽ വരുന്ന നിങ്ങൾ വയലേഷൻസ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആക്കി എഴുതിയതിന് ശേഷം അതിനെ നിങ്ങളൊരു 21 ഡേയ്സ് നിങ്ങൾ ഇമ്പോസിഷൻ ചെയ്താ. ഇമ്പോസിഷൻ പണ്ടത്തെ സ്കൂൾ ലെവലിലേക്ക് നിങ്ങൾ പോകണം. ഈ പുതിയ ടേംസിൽ അതിനെ അഫർമേഷൻസ് എന്നൊക്കെ പറയും. അഫർമേഷൻസ് പറഞ്ഞാൽ പോരാ, നമ്മളത് എഴുതണം. അത് നമുക്ക് നമ്മളെ ബ്രെയിനിന് പക്കയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഹാൻഡ് റൈറ്റിംഗിലായിരിക്കണം നിങ്ങൾ അഫർമേഷൻ എഴുതേണ്ടത്. 21 ദിവസം വിത്തൗട്ട് ട്രേഡിങ് നിങ്ങൾ ട്രേഡ് ചെയ്യാണ്ട് തന്നെ ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി 21 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലേക്ക് കയറും. പിന്നീട് നിങ്ങൾ ട്രേഡിംഗ് ടെർമിനലിന്റെ മുന്നിൽ വന്നിരുന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ പേഴ്സണലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. 100% റിസൾട്ട് ഉള്ള ഒരു ടെക്നിക്ക് കൂടിയാണ്. നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ എഫക്റ്റീവ് ടിപ്സുകളും ട്രിക്സുകളും വേണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കാനും മറക്കരുത്.